അമ്മായി കരശമിങ് എത്താറേ. ശാലിനി എടുത്ത് എവിടെ? ഈ പെണ്ണ് ശാലിനി, ശാലിനി. കലശമെത്തി. അശ്രീകരം പിടിച്ചവളെ അമ്പലനടയിൽ കൂത്തിനെ കൊണ്ടിറക്കി അന്ന് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയതാ മേലെടുത്ത ഭഗവതിയുടെ പരിപാലനത്തിൽ തൊട്ടുള്ള കളിയാണെന്ന്. ഇപ്പൊ എന്തുണ്ടായി? നശൂരം പിടിച്ചോണ്ട് വിരല് തൊട്ടപ്പോ തന്നെ കലിശായില്ലേ? പിന്നെ പിന്നെ തിരുമേനി എന്തെങ്കിലും ഒന്ന് പറയാ. പുരുഷാരം ക്ഷുഭിതമാകുമ്പോൾ സന്യാസി കൂടുതൽ നിശബ്ദനാവുകയല്ലേ ഭംഗി? എന്തിനും ഒരു പരിഹാരകർമ്മം ഉണ്ടാവില്ലേ തിരുമേനി? ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യാം. കൂത്തുകാരെയും കൂട്ടരെയും പിടിച്ച് തലമുണ്ടനം ചെയ്ത് ചുണ്ണാമ്പ് വെച്ച് ചെണ്ട ഒട്ടിച്ച് പുഴ എടുത്തുക. അങ്ങനെ തന്നെ കലശവശത്തമാക്കി നാട് പിടിക്കാമെന്നുള്ള വിടരുത്. എന്നാലും ഒന്ന് കാണണം. നടക്കാന്ന് പറഞ്ഞ് ഒറ്റ വയ്ക്കണ്ട. തെക്കുംപുറത്തുകാരെ അമ്പലപ്പറമ്പിൽ കയറിയാലേ കാലി ഞങ്ങൾ തല്ലു പിടിക്കും. കയ്യബദ്ധത്തിന്റെ പേരും പറഞ്ഞ് തെക്കുംപുറത്തുകാരെ മുഴുവൻ അങ്ങ് തട്ടിക്കളയാമെന്നാണ് വടക്കംപുറത്തുകാരുടെ വിചാരമില്ലേ? ആ വിചാരം അങ്ങ് മറ്റിന്റെ വെളി വെച്ചിരുന്നാ മതി. തല്ലാനും കൊല്ലാനും ഒക്കെ ഞാൻ കഴിയടാ. ഗീതയിൽ പറയുന്നുണ്ട്, ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധം നിമിത്തം കാര്യാകാര്യ വിവേകമില്ലായ്മ എന്ന സമ്മോഹം സംഭവിക്കുന്നു. ഇവിടെയും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മേ ഭഗവതി, എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ലല്ലോ. അമ്മേ, പാതിരാക്കെല്ലാം കെട്ടിപ്പറക്കി ഓടാനും മാത്രം നമ്മൾ എന്ത് തെറ്റാ ചെയ്തേ? കലശം വീണന് വേറെന്തെങ്കിലും കാരണം ഉണ്ടാവും. എന്റെ ഇന്നൊരു പിഴയും പറ്റിയിട്ടില്ല, ഉറപ്പാ. മോളെ, വാദിച്ച് നിൽക്കേണ്ട സമയമല്ലത്. ആളുകൾ ഭ്രാന്തളകി നിൽക്കുക. അവരെ കൈ കിട്ടിയ കുഞ്ഞിനെ നമ്മൾ ആരും ബാക്കിണ്ടാവില്ല. ഭ്രാന്ത് ആളുകൾക്കല്ലേ, ദേവി നമ്മളെ രക്ഷിക്കും. ഞാൻ എന്താ ചെയ്യേണ്ട ഭഗവതി? പേടിയുള്ളവർക്ക് പോകാം, നിൽക്കുന്നവർക്ക് നിൽക്കാം. എന്തായാലും ജയദേവൻ സാറല്ലാതെ ഞാനില്ല. നമ്മൾ ആണുങ്ങൾക്ക് മുങ്ങാം. അതുപോലാണോ പ്രഭയുടെ അമ്മയുടെ സ്ഥിതി? ആൾക്കാർ വെട്ടുകത്തിയും വടിവാളുമായിട്ട് നിൽക്കുകയാണ്. എന്ത് സംഭവിക്കാം? എന്തായാലും പോക്കരത്തിനും കാണിക്കുന്നവരെ പിടിച്ച് 4 പിടഞ്ഞാൻ പടയ്ക്കും. പിന്നെ എന്നെ വേണമെങ്കിൽ തല്ലി കൊന്നോട്ടെ. DKP സാറിന്റെ പരിപാടി എന്താ? എന്തായാലും 10-12 ദിവസം അവിടെ നിന്നതല്ലേ. ജയദേവൻ സാറിന്റെ ചോറ് നിന്നുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഓടാൻ പോകുന്നില്ല. പിന്നെ വിധി പോലെ വരട്ടെ. എനിക്കിത് മുമ്പേ അറിയാം. നമ്മുടെ ട്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ഹീറോമാരായി ഒരു സൂപ്പർ സ്റ്റാർ ഫിലിം പോലെ കാര്യങ്ങളൊന്ന് ഭവിക്കുമെന്ന്. വെടിയെങ്കിൽ വെടി, വടിയെങ്കിൽ വടി, എന്തിന് ഏതിന് മനോജ് കുമാർ റെഡി. നിങ്ങൾ ആരെങ്കിലും എന്നോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ?
കാലിയാക്കിയല്ലോ. എടി കല്യാണി, ഇവിടെ ഇപ്പൊ അടിയും വെട്ടും കുത്തൊക്കെ നടക്കുന്ന തോന്നണേ. പക്ഷെ പകലായിരുന്നു വല്ല മരക്കൊമ്പിലും കയറിയിരുന്ന് കാണാമായിരുന്നു. തല പോകണ്ടെങ്കിൽ വല്ല കാളവണ്ടിയും പിടിച്ചോണ്ട് വന്ന് സാധനങ്ങളൊക്കെ കെട്ടിപ്പിറക്കി വല്ല വിധനെ അക്കരെ കടക്കാൻ നോക്കണ്ട മനുഷ്യനെ. ഇന്നെ പോലീസ് വരുമോ? ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. പണ്ട് ഇതുപോലൊരു ഉത്സവത്തിന് ഇവന്മാര് തമ്മിൽ തല്ലിയതും നമ്മൾ രണ്ടുപേരും പേടിച്ച് ചാമ്പക്കൂനെ കയറി കിടന്നതൊക്കെ അങ്ങ് മറന്നോ? ഇതിപ്പോ അന്നത്തെക്കാളും ഭയങ്കരമായിരിക്കും തോന്നുന്നു. എന്നാ പിന്നെ പോലീസ് വന്നത് തന്നെ. അയ്യാ പോലീസ്. അയ്യോ പെണ്ണെന്തിയേ? അപ്പോ എന്നെ തനിച്ചാക്കിട്ട് ചേട്ടനങ്ങ് പോവാണോ? പഴയ ആ മനോബലൊക്കെ KK ചിറ്റ്സിന് ഇപ്പൊ ഇല്ലാണ്ടായിരിക്കണം. അതുകൊണ്ട് കുട്ടിയുടെ രക്ഷ നോക്കിയോളൂ. ഞാൻ ഈ നാട്ടിൽ തന്നെ പോവാ. അപ്പൊ ചിട്ടിപ്പണമൊക്കെ? ചിട്ടിപ്പണൊക്കെ പോട്ടെ, മനുഷ്യന്റെ ജീവനല്ലേ വലുത്. തെക്കുംപുറന്നും വടക്കുംപുറന്നും പറഞ്ഞ് കുറെ പിശാചുകൾ ആയുധമായിട്ട് നടക്കല്ലേ. അതിന് ചിട്ടിച്ചേട്ടൻ 2 ഗ്രൂപ്പിലും ഇല്ലല്ലോ. അതല്ലേ എനിക്ക് പറ്റിയ കുഴപ്പം. എന്റെ ഈ ജന്മം നായ നക്കി. ഇനിയും എനിക്കൊരു ജന്മം ഉണ്ടാവും, കുട്ടിക്കുണ്ടാവും ഒരു ജന്മം. അന്ന് നായ നക്കാണ്ടിരുന്ന നമുക്ക് കുട്ടി ഏത് ദിക്കിരിക്കാൻ ഓടണം വെച്ചാൽ അത് പറ. എന്നിട്ട് വേണം എനിക്ക് അതിനെതിരെ ഓടാൻ. എന്തായി തീരുമാനം? കുന്തായി തീരുമാനം. നിങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് താടിക്ക് തീ പിടിക്കുവാ വീട് എത്തിക്കാൻ നോക്കണം. അതിനിപ്പോ ഞാൻ എന്ത് പറഞ്ഞ കളയുമാണ്? നിങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ ഞാൻ ചെയ്യണ്ടേ? ആകെ ഇളകി മറിഞ്ഞ് കിടക്കുക. എന്തായാലും ജയദേവൻ സാർ ഇപ്പൊ ഇങ്ങെത്തും. ആ ജയദേവൻ വന്നിട്ടെങ്കിലും കുട്ടിയുടെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിൽ. മനസ്സ് മാറണവരെ കാത്തിരിക്കാൻ പറ്റില്ല. ആളി പറഞ്ഞതിന് മുമ്പ് കൊച്ചിനെയും തള്ളയും പുഴ കടത്തിയാൽ മതിയായിരുന്നു. അമ്മ ധൈര്യമായിരിക്കും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. തിരുമേനിയുടെ കൂടെ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ കൂടെ ഉണ്ടാവില്ലേ 10 ആള്. ഈ തിരുമേനി എന്ന് പറയുന്ന ആളെ കുഞ്ഞിനറിയില്ല. തെക്കുംപുറത്തുനിന്ന് ചങ്ങലയിൽ കിടക്കുന്ന മേലെടുത്ത് ശ്രീദേവി കുട്ടിയുടെ ഈ ബാല്യക്കാരിക്കറിയാം. വർഷങ്ങളായിട്ടറിയാം. മേലെടുത്തെ വലിയ കാരണവർക്ക് തിരുമേനി ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. കാരണവരുടെ വലം കൈയായി തിരുമേനി. അയാളുടെ ഉന്നം ശ്രീദേവി കുട്ടിയെ സ്വന്തമാക്കി എല്ലാം കൈയടക്കുകയായിരുന്നു. പക്ഷേ ശ്രീദേവി കുട്ടിയുടെ മനസ്സിൽ അയാളായിരുന്നില്ല. കച്ചേരി നടത്താൻ തറവാട്ടിൽ വന്ന തിരുമേനി അയാളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി. തമ്മിത്തല്ല് വരെ ഉണ്ടായെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒടുവില് വലിയ കാരണവര് തന്നെ ആ പാവത്തിന് ഭഗവതിപുരിന്ന് ഓടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നീട് അറിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഗർഭിണിയാണെന്ന്. കാരണവര് നിന്ന് തുള്ളി. ആ അവസരവും തിരുമേനി ശരിക്കും മുതലാക്കി. ഇക്കാര്യത്തിൽ എന്തിനാ ഇദ്ദേഹം ഇത്ര വിഷമിക്കണേ? ശ്രീദേവിക്കുട്ടി പ്രസവിക്കട്ടെ എന്നാ ഞാൻ പറയണേ. അമ്പൂരി, ശ്രീദേവിക്കുട്ടിക്ക് എന്നെ വേണ്ടായിരിക്കും. ഈ അവസ്ഥയിലും ഓളെ എനിക്ക് വേണം. പ്രസവം കഴിഞ്ഞ് ശ്രീദേവിക്കുട്ടി ഞാൻ പുറകെ കൊടുക്കും, ഇദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. പുറത്താരും അറിയാതെ ശ്രീദേവിക്കുട്ടിയുടെ പ്രസവം നടന്നു. അത് കഴിഞ്ഞ് അധികം നാളായിട്ടുണ്ടാവില്ല. ഭഗവതിയുടെ കലശെഴുന്നള്ളിപ്പിന്റെ അന്ന് പാട്ടുകാരൻ വീണ്ടും ഒളിച്ചു വന്നു. ശ്രീദേവിയെയും കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാനായിരുന്നു ഉദ്ദേശം. എഴുന്നള്ളിപ്പിന്റെ ബഹളത്തിനിടയില് അവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. പക്ഷേ
കിടത്തിയ ശവം ഇന്ന് അസ്ഥികൂടമായി പൊന്തി വന്നു. അന്ന് ഞാൻ എടുത്തുകൊണ്ടുപോയ ആ കുഞ്ഞ് ഇതാ. മേലെടുത്ത് ഭഗവതിയുടെ പുണ്യാണ് എന്റെ മോള്. നീ തൊട്ട ദേവിയുടെ കലശാശുദ്ധാവില്ല. നിന്റെ വിരലൊന്നും തൊടാൻ വേണ്ടി കഴിഞ്ഞ 20 വർഷമായി പൂജാമുറിയിൽ തപസ്സിരുന്ന കലശം അത്. തറവാട്ടിലെ ഈ സന്തതിയെ തലയിലും താഴത്തും വെക്കാതെ വളർത്തിയത് പെറ്റമ്മയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ തന്നെയായിരുന്നു. എന്നാലിപ്പോ തറവാട്ടിലെ സ്ഥാനമൊന്നും വേണ്ട.